ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പാത്തൂസ് ലിറ്റിൽ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന അടിപൊളി ഒരു വെട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇത് അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്കും വേണ്ടി ഷെയർ ആക്കുന്നത് 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കണ്ടുകൊണ്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്. 5 മുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് 5, 10, 15 എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം. അപ്പം ഇത് പെട്ടെന്ന് മക്കൾ കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആക്കാൻ കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇത് മിക്സിയിൽ അടിച്ചെടുക്കുന്നില്ലെങ്കിൽ ബീറ്ററിലൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പം ബീറ്ററൊന്നും എടുക്കുന്നില്ല, ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് കൈയോടെ കടഞ്ഞെടുക്കുന്നതാണ്. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാരയാണ് എടുത്ത് വെക്കേണ്ടത്. ഞാൻ ഇപ്പം ഏകദേശം 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്താണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് മധുരം എത്രയും വേണമെന്ന് വെച്ചാൽ അതുപോലെ എടുക്കുക. ഇപ്പം 1 കപ്പ് മതിയെങ്കിൽ 1 കപ്പ് എടുക്കുക. പൊടിച്ചിട്ടാണ് എടുക്കുന്നത്. ഒരുമിച്ചും പഞ്ചസാര ഇട്ട് കൊടുക്കാതെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കടഞ്ഞു കൊടുക്കുക. ഇനി ബീറ്ററോട് ബീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് എളുപ്പമായി. നമ്മൾ ജസ്റ്റ് ഇതുപോലെ കൈയോട് ചെയ്യേണ്ട ആവശ്യമില്ല, ബീറ്ററോട് ചെയ്താൽ മതി. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ റെഡിയായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ 5 മുട്ടയുടെ അളവാണ് പറയുന്നത്. ഇപ്പോൾ ഒരു 10 മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3 കപ്പ് പഞ്ചസാര അല്ലെങ്കിൽ ഒരു 2.25 കപ്പ് പഞ്ചസാര വരെ എടുക്കാം. നിങ്ങൾക്ക് ഇതിപ്പം നമ്മൾ 10 മുട്ടക്കെല്ലാം ആക്കി വെച്ചാൽ ഒരുപാട് നാളത്തേക്ക് ചായക്ക് കൂട്ടാനാവും. മക്കളെല്ലാം സ്കൂളിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ എപ്പം കടയിൽ നിന്ന് ബിസ്ക്കറ്റ് അതെല്ലാം വാങ്ങിക്കൊടുക്കുന്നതിനെക്കാട്ടും നമ്മൾ വീട്ടിൽ ഇത് ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും, ഹെൽത്തിയുമായി. അപ്പോൾ ഇതാ ഇവിടെ കടഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏലക്കപ്പൊടിയും 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്രിസ്പിക്ക് വേണ്ടിയിട്ട് പുട്ടുപൊടിയോ റവയോ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. അത് ഒരു ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ ഒരു 1.5 ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കൈയോടെ മിക്സാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് മൈദപ്പൊടിയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 1/2 കിലോ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 5 മുട്ടക്ക് 1/2 കിലോ മൈദപ്പൊടി. 1/2 കിലോ മൈദപ്പൊടി ആവശ്യം വരുന്നില്ല, അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കത് കുഴച്ചെടുക്കുമ്പോൾ മനസ്സിലാവും എത്ര വേണ്ടതെന്നുള്ളത്. ഒരുമിച്ച് ഇട്ട് കൊടുക്കാതെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ആയിട്ടാകുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും കൈയോടെ തന്നെ. ഇതിലേക്ക് ഞാൻ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ റവയാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ഒരു ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണ്. ആദ്യം ഇനി കുറച്ചും കൂടി മൈദപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. അധികം ലൂസാവാത്ത വിധത്തിലും അതുപോലെ തന്നെ നന്നായി ടൈറ്റ് ആവാത്ത വിധത്തിലും അങ്ങനെ വേണം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.
കുഴച്ചിത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പാം ഓയിലാണ്. അപ്പം ഇത് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാകുമ്പം എല്ലാം ഒന്ന് മിക്സാക്കി വെച്ചിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ. അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ രാത്രിക്കാണ് കുഴച്ചെടുക്കുന്നത്. ഓവർനൈറ്റ് ഫുള്ളും ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ട് രാവിലെ അത് ചുട്ടെടുക്കുന്നത്. നമ്മൾ എത്ര സമയത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് ഇത്. അപ്പോൾ ഞാൻ ഇത് രാവിലെ ആയിട്ടിതാ ഇത് ഞാൻ അന്നേരം രാവിലെ ആയപാടന്നെ ഇത് ഞാൻ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ പരത്തിയിട്ടൊന്നും എടുക്കുന്നില്ല, ഇതിങ്ങനെ തന്നെ കൈയോട് ഉണ്ടയാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരുപാട് വെട്ടയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഓയിൽ നല്ലോണം ചൂടായ ശേഷം അതിലേക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ഒരുപാട് സമയമൊന്നും വേണ്ട, അതുപോലെ റിസ്ക്കുള്ള പണിയൊന്നുമല്ല. ഇത് എണ്ണയിലിട്ടാൽ പെട്ടെന്ന് തന്നെ റെഡിയാകും, ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്ക് ഇനിയിപ്പോൾ 10 മുട്ടക്കാലും ഒരു 1/4 മണിക്കൂർ തന്നെ പെട്ടെന്ന് കൊണ്ട് ചുട്ടെടുക്കാൻ പറ്റും. ഇത് പെട്ടെന്നൊന്നും കേടാവാത്ത സാധനമാണ്, കേടാവേ ചെയ്യില്ല, എത്ര കാലം ഇതുപോലെ തന്നെ നിൽക്കും. പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും വിരുന്ന് വന്നാൽ അവരെ മുമ്പിൽ വെച്ച് കൊടുക്കാനും നല്ലതാണ് ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കുട്ടികൾക്കൊന്നും ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ അവരെ മുമ്പിൽ ചായക്ക് കൊടുക്കാനും നല്ലതാണ്. അപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു അടുപ്പിലെ പാത്രത്തിൽ വേണം ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. 5 മുട്ടക്ക് എനിക്ക് ഇത്രയും കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം 1 മാസത്തേക്ക് എന്തായാലും എത്തും. ഇതുപോലെ ഒരു 10 മുട്ടക്കൽ ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് 2-3 മാസം എങ്ങനെയെങ്കിലും ഒപ്പിച്ച് പോവാം. അപ്പം ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും വരും. അതുവരേക്കും ബായ്.